ഹലോ. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇറ്റിനറി സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് വരുന്ന ഒരു സ്പോട്ടായിരിക്കും അല്ലേ വർക്കല. എൻ്റെ വീട്ടിൽ നിന്ന് 10-15 മിനിറ്റ് ദൂരെ ഉണ്ടായിട്ടും ഈ ബസ്സും പിടിച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ആ വർക്കലയിലോട്ടാണ്. എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ട് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുന്നത്. ഇത്രയും അടുത്ത് കിടന്നിട്ടും എന്താ പോവാത്തേന്ന് ഓർക്കുന്നവർക്ക് അടുത്ത തവണ ആവട്ടെ എന്ന് മാറ്റി മാറ്റി വെക്കും ഒരു ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് അടുത്താണെങ്കിൽ. അതാണ് ഇവിടെയും സംഭവിച്ചത്. തൊട്ടടുത്തല്ലേ, എപ്പോ വേണമെങ്കിലും പോവാലോ എന്ന് മാറ്റി വെച്ച് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഈ ക്ലിഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് ഈ പാനിപ്പൂരി ഉള്ളത്. എനിക്കും അമ്മയ്ക്കും പാനിപ്പൂരി ഒരുപോലെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഈ പാനിപ്പൂരി കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ നിന്നില്ലാത്തൊരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരും പാനിപ്പൂരി കഴിച്ചാൽ. ഇത് പിന്നെ കയ്യിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്പീഡിന് കഴിക്കാനും കൂടെ കിട്ടിയോണ്ട് അതൊരു എക്സ്ട്രാ ബോണസ് കണക്കായിരുന്നു. നമ്മൾ ഹൈദരാബാദിലൊക്കെ ആയിരിക്കുമ്പോൾ പൊതുവെ അവരിങ്ങനെ ചടപടേന്ന് തരും, നമ്മളും ആ സ്പീഡിന് കഴിച്ചുകൊണ്ടിരിക്കണം. കഴിച്ചൊക്കെ തീർന്നിട്ടായിരിക്കും ആ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ കട കണ്ടത്. ഇത് നോക്കി വെച്ചോ, നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വരും. ആ മീനിന്റെ റേറ്റ് ഒക്കെ കണ്ട് നിൽക്കുന്ന മുഖഭാവമാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ആ ക്ലിഫ് കൂടി ഇങ്ങനെ നടക്കാന്ന് കരുതി. കാരണം നമ്മൾ അപ്പോഴും വന്നതല്ലേ ഉള്ളു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കുറേ ബാഗ്സും പിന്നെ നമ്മുടെ ബീച്ച് വൈബിന് പറ്റിയ കുറെ ഓർണമെന്റ്സും ആ ബീച്ച് വൈബിന്റെ ഷെൽസ് ഒക്കെ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സും പിന്നെ കുറേ ചെരുപ്പുള്ള കടകളും കുഞ്ഞു കുഞ്ഞു നെക്ലസുകളില്ലേ, നമ്മുടെ ഈ കൊറിയൻ ചൈനീസ് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഓരോന്നും. നമ്മളാ നാട്ടിലുള്ളവരും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഓരോന്നിന്റെയും വില കേൾക്കുമ്പം പിന്നെയും ഞെട്ടും. ഒരു തവണയല്ല, വീണ്ടും വീണ്ടും. അതായിരുന്നു അവസ്ഥ. ഞാനിങ്ങനെ ഓരോരുത്തടത്തും പോയി വില ചോദിക്കും, ഇതെന്താണ് ഇത്രയും വിലയെന്ന് എഴുതാൻ തിരിച്ചു വരും. പിന്നെ ഇപ്പൊ ഞാൻ ഈ എടുത്ത ബ്രേസ്ലെറ്റ് ആക്ച്വലി എന്റെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നേ. എനിക്ക് അതുകൊണ്ട് അത് എടുക്കാൻ നന്നായിട്ട് ടെംപ്റ്റ് ആവുകയും ചെയ്ത് 150 രൂപ പറഞ്ഞ ബ്രേസ്ലെറ്റ് അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ബാർഗെയിൻ ചെയ്ത് 100 രൂപയ്ക്ക് ഒപ്പിച്ച്. ഇത് അത്ര പോലും ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് വാങ്ങി. ഇത് നമ്മുടെ ക്ലിഫിന്റെ എൻഡ് പോയിന്റ് ആണേ. ഓൾമോസ്റ്റ് ക്ലിഫ് നടന്ന് തീരാറാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. ഇത് ആരും മിസ് ചെയ്യരുത്. അത്രയും നടക്കാൻ ശേഷിയുള്ളവർ അവിടം വരെ നടന്നു വന്ന് ആ വ്യൂ കണ്ടിട്ട് തന്നെ പോണം. ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ആടിയാടി നിന്നായിരുന്നേ. നല്ല കാറ്റും ആ ഒരു വ്യൂവും മൊത്തത്തിലൊരു ഭംഗിയാണ്. പിന്നെ ക്ലിഫ് എൻഡ് വരെ വന്ന നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് ആ വന്നെടുത്ത് തന്നെ പോയി. എവിടെയാ, നമ്മൾ ക്ലിഫ് ബിഗിനിങ്ങിൽ ഞാനൊരു ഹോട്ടൽ പറഞ്ഞില്ലേ, അവിടെ. നമ്മൾ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നടന്നതിൽ വേറെ ഒരു റെസ്റ്റോറൻറ്റ്സിലും ഇവിടെ ഉള്ള അത്ര ഒരു ആംബിയൻസോ ഒത്തന്റിക് ഡിഷസോ അഫോർഡബിൾ പ്രൈസോ ഞാൻ എവിടെയും കണ്ടില്ല. ഈ കാണിച്ചതുപോലെ ഈ റെസ്റ്റോറന്റ് 2 ഫ്ലോർ ആയിട്ടാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. പക്ഷെ അത്രയും സൗണ്ട് അപ്പോഴും വേണ്ട എന്ന അമ്മയ്ക്കും ഞങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മേല് വന്നിരുന്ന് മുകളിൽ ഒരു സെപ്പറേറ്റ് ആംബിയൻസ് ആണ്. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ബീച്ചും ആ വേവ്സും ഒക്കെ കണ്ടുകൊണ്ട് നല്ല കാറ്റൊക്കെ കിട്ടിയിരിക്കാം. നമ്മളപ്പോൾ ഒരു പിസ്ത ഷേക്കും പൈനാപ്പിൾ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും സീ ഫുഡ് നൂഡിൽസും പിന്നെ ഒരു ഫിഷ് പൊള്ളിച്ചതിന്റെ കോംബോയും ഇങ്ങനെയായിരുന്നു വാങ്ങിയത്. ഈ ഫിഷ് പൊള്ളിച്ചത് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് 700 rupees തൊട്ട് അവിടെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പക്ഷേ 700 രൂപയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ഫിഷ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവരായിരിക്കും ഏതെങ്കിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് തരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിപ്പം ഞങ്ങൾക്ക് തന്നെ ഫിഷ് ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ റെഡ് സ്നാപ്പർ വാങ്ങാൻ വേണ്ടി നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ വാങ്ങിയ കോംബോ 1200 രൂപയായിരുന്നു. മീനിന്റെ സൈസും പിന്നെ മീനിന്റെ വെറൈറ്റിയും രണ്ടും അനുസരിച്ച് റേറ്റ് മാറും. പിന്നെ ആ കോംബോ എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഫിഷും പെറോട്ടയും ഒരു പോർഷൻ റൈസും കൂടെ കിട്ടും. ഗ്രിൽ ഫിഷ് ആണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസും കൂടെ കോംപ്ലിമെന്ററി വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഗ്രിൽ ഫിഷ് വാങ്ങുന്നേക്കാളും പൊള്ളിച്ചത് വാങ്ങുന്നതാണ് ഒരു വൈബ്. നല്ല അടിപൊളിയായിരുന്നു. അത് തനിയെ കഴിക്കാനും പെറോട്ടയുടെ കൂടെ കഴിക്കാനും ചോറിന്റെ കൂടെ കഴിക്കാനും എല്ലാം. പക്ഷെ ചോറിന്റെ കൂടെ ആയിരുന്നു അതൊരു അൾട്ടിമേറ്റ് ടേസ്റ്റ്. ഇതിനു മുമ്പ് ആ സീ ഫുഡ് നൂഡിൽസും ഒന്നും കഴിക്കാതെ ജ്യൂസും ഒന്നും കുടിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ ചോറും മീൻ പൊള്ളിച്ചതും മുഴുവൻ തിന്നേനെ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പാട്ട് കേൾക്കാൻ പോയി. ഈ വൈബ്
ബസ്സും പിടിച്ച് ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ട് പെട്ടെന്ന് അടുത്ത വണ്ടി കയറി വീട്ടിൽ പോയി. കാരണം അപ്പൊ തന്നെ 11:30 രാത്രി. അടുത്തല്ലേ എന്ന് എഴുതിട്ട് കുറച്ചു നേരം നിന്നേ ഉള്ളേ. ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ എന്നാണ് ഈ റെസ്റ്റോറന്റിന്റെ പേര്. അപ്പം വർക്കല വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറന്റും ക്ലിഫും ഒന്നും നൈറ്റ് ലൈഫും ഒന്നും മിസ് ചെയ്യല്ലേ. അപ്പൊ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.